ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇന്ന് ഓഫാണ് കേട്ടോ. അപ്പോൾ ഉറക്കം എണീക്കുന്നത് ഒരു 11 മണിയൊക്കെ ആകും. ഹസ്ബൻഡ് ഉറങ്ങിയത് 2 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി ഇതുവരെ എണീറ്റില്ല. ഞാൻ എണീറ്റായിരുന്നു. ഞാൻ നേരത്തെ കിടക്കും, എന്നാൽ കൂടിയും ഓഫ് ആയതുകൊണ്ട് 11 മണിയൊക്കെ ആവും കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ മേടിച്ച ചിക്കൻ ചാർക്കോൾ ഉണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് നമ്മളിത് മേടിച്ചത്. പക്ഷേ എൻ്റെ വയറ് ഫുള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫുള്ളും കഴിച്ചില്ല. ബാക്കി രാവിലെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിരുന്ന ടൈമിൽ തന്നെ ഹസ്ബൻഡ് എണീറ്റായിരുന്നു. പിന്നെ പുള്ളി ഫ്രഷൊക്കെ ആയി വന്നു. അപ്പോഴത്തേക്ക് ഉച്ച സമയമായി. പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പോൾ ബ്രഞ്ച് കഴിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഗ്രോസറീസ് മേടിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ ഗ്രോസറീസൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ. ഹീസ് ദ മാസ്റ്റർ ഷെഫ്. പുള്ളി സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. ഫിഷ്, മട്ടൻ, ബീഫ്, അതുപോലെ മീൻകറിയൊക്കെ നല്ലപോലെ കുക്ക് ചെയ്യും. എന്നെക്കാട്ടിലും സൂപ്പറായിട്ട് ഫുഡ് കുക്ക് ചെയ്യും. പക്ഷേ മടിയാണ് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനത്തെ ഓഫ് ഡേ ഒക്കെ ഉള്ള ടൈമിൽ പുള്ളി തന്നെ കിച്ചണിൽ കയറിയിട്ട് ആഹാരം ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ മീൻകറി പ്രിപ്പയർ ചെയ്യാണ്. ഇന്ന് മേടിച്ചത് അയലയാണ് കേട്ടോ. അയലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഉച്ച ഊണിന് പഴിഞ്ഞിയാണ് കേട്ടോ. ചോറ് ഓൾറെഡി നമ്മൾ ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പഴിഞ്ഞിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രസവും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൈരും മേടിച്ചു, അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ മീൻകറി പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്നലെ ഹസ്ബൻഡ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മീൻ മേടിച്ചായിരുന്നേ. പക്ഷെ അത് കാശിന് കൂടുതലായിരുന്നു. ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിച്ചപ്പോഴത്തേക്കും ഒട്ടും ടേസ്റ്റ് ഇല്ല. 7 തരം വെറുതെ പോയി. പിന്നെ എല്ലാം എടുത്തങ്ങ് കളഞ്ഞു. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മീൻ, ചാള മീനാണ് കേട്ടോ. ഫുൾ മസാലയും വേസ്റ്റായി, അതുപോലെ ഉള്ളിയും എല്ലാം. നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് പിന്നെ അതോടെ എടുത്ത് വേസ്റ്റിൽ തട്ടി. അങ്ങനെ അയലക്കറിയൊക്കെ വച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഉച്ച ഊണിനായിട്ട് പഴങ്കഞ്ഞിയാണ് കേട്ടോ. നമ്മൾ രസം ഒഴിച്ചു, തൈരൊഴിച്ചു, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ടൈമായി. ഇതിലോട്ട് അയലക്കറിയും കൂടെ ഒഴിച്ച് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അരി ഇട്ടത് കൂടിപ്പോയി, ഒത്തിരി ഉണ്ടായിരുന്നു. ഞാനൊരു ലിമിറ്റ് വെച്ചിട്ടേ കഴിച്ചുള്ളൂ, കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ചിരുന്നല്ലോ. ഹസ്ബൻഡും മാക്സിമം കഴിച്ചു, പക്ഷേ ബാക്കി ഉണ്ടായിരുന്നു, തീർന്നില്ല. പിന്നെ രാത്രി കഴിക്കാമെന്ന് വെച്ച് മാറ്റി വെച്ചിരുന്നു. നീ ചീത്തയായി പോകുമെന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. നമ്മൾ പിന്നെ വിചാരിച്ചു നേരെ ഒരു സ്ഥലത്തോട്ട് പോകാമെന്ന്. എവിടേക്ക്? ബീച്ച്, കോർണിഷ് ബീച്ചിലേക്ക് പോകാമെന്ന് കേട്ടോ. നല്ല ചൂടല്ലേ പുറത്ത്, അപ്പോൾ ഒന്ന് റിഫ്രഷ് ആകും. അതുകൊണ്ട് നമ്മൾ റെഡിയായിട്ട് നേരെ ടാക്സി പിടിച്ചു. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ ടാക്സിയിൽ. നമ്മളൊരു 3:30 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു. എന്നിട്ട് അവിടെ ഒരു 10 മിനിറ്റായാലും 3:45 സമയത്തൊക്കെ ആയപ്പോൾ എത്തി. UAE ചൂട് അറിയാലോ ഗായ്സ്, ഇപ്പോൾ 40 ഡിഗ്രി പ്ലസ് ആയിട്ടുണ്ട്. പുറത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അത്രയ്ക്ക് പൊള്ളുന്നുണ്ട്. ബീച്ചിലാണ് പോകുന്നത്. സൺസ്ക്രീനൊക്കെ വാരി തേച്ചിട്ടുണ്ട്, പക്ഷേ ഉറപ്പാണ് എന്തായാലും ടാൻ ആകും. നമ്മൾ എക്സ്ട്രാ ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ബീച്ച് അല്ലേ, അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സിൽ കുളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു ടീഷർട്ടും ഷോർട്ട്സും, പിന്നെ ഹസ്ബൻഡും ഒരു ടീഷർട്ടും ഷോർട്ട്സും കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഫാമിലി ബീച്ചാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിലും ഉണ്ട്, അത് ഫ്രീ എൻട്രി ആണ്. നമ്മൾ പിന്നെ നമുക്ക് കുറച്ച് പ്രൈവറ്റ് വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രൈവറ്റ് ഫാമിലി ബീച്ചിലോട്ടാണ് നമ്മൾ എൻട്രി എടുത്തത്. എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. ഒരാൾക്ക് 10 ദിറംസ് വെച്ചിട്ടാണ്. അപ്പോൾ 20 ദിറംസ് പ്ലസ് വാറ്റ് വരും. പ്രൈവറ്റ് ബീച്ചിൽ ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് കേട്ടോ വരുന്നത്. മുന്നേ ഈ കോർണിഷ് ബീച്ചിൽ വന്നിട്ടുണ്ട്, അത് വേറെ സൈഡായിരുന്നു. അത് ഫ്രീ എൻട്രി ആയിരുന്നു കേട്ടോ. പ്രൈവറ്റ് ബീച്ച് ആകുമ്പോഴത്തേക്കും കുറച്ച് കംഫർട്ടബിളാണ്, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പൈസ കൊടുത്ത് കയറുന്നത്. അങ്ങനെ എൻട്രി പാസ്സൊക്കെ മേടിച്ച് നമ്മൾ ബീച്ചിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ആരുമില്ല കേട്ടോ, ഒറ്റ കുഞ്ഞുങ്ങളെ കാണാനില്ല. മേ ബി വെയിലായത് കൊണ്ടായിരിക്കാം, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു 3:45 സമയമായി. വെയിലായത് കൊണ്ടായിരിക്കും ആരും വരാത്തത്.
ഇനിയും വെയിൽ താന്നൊന്ന് വരുമ്പോഴത്തേക്കും ആൾക്കാർ വരുമായിരിക്കും. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. സെപ്പറേറ്റ് റൂമുണ്ട് കേട്ടോ, ലേഡീസ് സെപ്പറേറ്റ്, ജെൻസ് സെപ്പറേറ്റ്. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് നേരെ വെള്ളത്തിലോട്ട് ഒറ്റ ചാട്ടം. വെള്ളം ആണെങ്കിൽ ഞാൻ വിചാരിച്ചു നല്ല തണുപ്പായിരിക്കുമെന്ന്, പക്ഷേ ചൂടായിരുന്നു ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രൈവറ്റ് ബീച്ചിൽ വന്നപ്പോഴത്തേക്കും ക്ലോസിങ് 6 ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു 6 മണിയായിരിക്കും, അതാണ് നമ്മൾ പിന്നെ നേരത്തെ ഇറങ്ങിയത്. പക്ഷേ ഇന്ന് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ക്ലോസിങ് രാത്രി 11 മണി വരെ ഉണ്ടെന്ന്. ഈ കാര്യം നമ്മൾ അറിഞ്ഞില്ലായിരുന്നു, ഇല്ലെങ്കിൽ നമ്മളൊരു 6 മണി കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളായിരുന്നു. അപ്പോൾ ഇത്ര വെയിലും കൊള്ളേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നൊരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങിയായിരുന്നു. കാരണം ഒരുപാട് നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഫുൾ വെള്ളത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ രണ്ടുപേരും. നല്ല രസമുണ്ടായിരുന്നു. ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ വരാൻ തുടങ്ങിയായിരുന്നു. നല്ല റഷ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. നമ്മൾ 7:30ക്കാണ് ഇറങ്ങിയത്, പക്ഷേ നേരെ ഇരുട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പകൽ കൂടുതലാണ് ഇവിടെ. അങ്ങനെ ബീച്ചിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു നടന്നു പോവാമെന്ന്. ഒട്ടും വയ്യായിരുന്നു, വെള്ളത്തിൽ കളിച്ചു, പിന്നെ കുറച്ച് ബോഡി പെയിനൊക്കെ ആയിരുന്നു. പിന്നെ ഒട്ടും നടക്കാൻ വയ്യ. അതുകൊണ്ട് പിന്നെ നമ്മൾ ടാക്സി തന്നെയാണ് പിടിച്ചത് തിരിച്ചു പോകാനായിട്ട്. ബീച്ചിൽ വെച്ചിട്ട് ഐസ്ക്രീം ഒന്നും മേടിച്ചില്ല. അപ്പോൾ ഞാൻ പരാതി പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണമെന്ന്. ബിക്കോസ് ലാസ്റ്റ് ടൈം നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ആ ഐസ്ക്രീം കൊള്ളത്തില്ലായിരുന്നു, ഒരു മരുന്നിൻ്റെ ടേസ്റ്റൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോകാമെന്ന്. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു കേട്ടോ. ഫ്ലാറ്റ് എത്തി, ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ. കുളിച്ച് ഫ്രഷായി ഗായ്സ്. എന്തൊരു ആശ്വാസമായിരുന്നു. മുടി ഫുൾ ജടയായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പ് വെള്ളമൊക്കെ ആയതുകൊണ്ട് ഫുള്ള് ഒരു വിമിഷ്ടമായിരുന്നു. പിന്നെ ഫ്രഷ് ആയപ്പോഴാണ് ആശ്വാസം കിട്ടിയത്. അങ്ങനെ നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളിത് പോയത് ബാസ്കിൻ ആൻഡ് റോബിൻസിലായിരുന്നു. അവിടെ പോയപ്പോഴത്തേക്ക് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ആൾ ചോദിച്ചു ഏത് വേണമെന്ന്. നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ മെനു കാർഡ് ചോദിച്ചപ്പോഴത്തേക്ക് മെനു കാർഡില്ല, സ്ക്രീനിലുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹസ്ബൻഡിന് ഡബിൾ വാല്യൂ സൺഡേ പറഞ്ഞു വിത്ത് കുക്കീസ്. എനിക്ക് പിന്നെ ബ്രൗണി ആൽമോണ്ട്സ് ആണ് പറഞ്ഞത്. അതിൽ ഫുൾ ബ്രൗണിയുടെ പിന്നെ ചോക്ലേറ്റ്സിൻ്റെയും ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 ഐസ്ക്രീമും കൂടി 60 above പ്ലസ് വാറ്റ് വരുന്നുണ്ടായിരുന്നു. ഇച്ചിരി കത്തിയായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. വേറെ ഫുഡൊന്നും കഴിച്ചില്ല, വിശപ്പില്ലായിരുന്നു കേട്ടോ. ഐസ്ക്രീം കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.